യെസ്, അപ്പോൾ 25 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഉച്ചയോടെ മുഴുവൻ ഫലങ്ങളും പുറത്തുവരും. മൂന്ന് മുന്നണികളുടെയും ഉദ്വേഗമേറിയ നിമിഷങ്ങളാണ് രാഷ്ട്രീയ കേരളം അതിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും ഏറ്റവും വേഗത്തിൽ ആധികാരികതയോടെ പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24ഉം പൂർണ്ണ സജ്ജമാണ്. ഇതുവരെ കാണാത്ത കാഴ്ച വിസ്മയങ്ങളുമായാണ് 24 ഇത്തവണ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിശകലനവുമായി നമുക്കൊപ്പം വിവിധ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ചേരുകയാണ്. ആർ ശ്രീജിത്ത്, ദീപക് ധർമ്മടം, ഒപ്പം വിപിൻ സി വിജയനും ചേരുകയാണ്. ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, വലിയ പ്രതീക്ഷയിൽ എല്ലാ മുന്നണികളുമുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDFും UDFും. മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാം എന്ന പ്രതീക്ഷ BJPയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. UDF ആണ് ഒരുപക്ഷെ ഒരു പടി മുന്നിൽ എന്ന് പറയാം. അവർ ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. KPCC ആസ്ഥാനത്ത് അവർ പന്തലിട്ടു. മധുരം വിതരണം ചെയ്യാൻ ഒരുക്കങ്ങൾ പൂർണ്ണമാക്കി. എന്താണ് ഈ അവസാന മണിക്കൂറുകളിൽ UDF ക്യാമ്പിന്റെ പ്രതീക്ഷ? ഗുഡ് ഈവനിങ്. UDF ക്യാമ്പ് വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയ്ക്ക് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലുടനീളം വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ലഭിച്ച കണക്ക്. ഈ രണ്ട് കാര്യങ്ങളിൽ ജനങ്ങളുടെ വലിയ തോതിലുള്ള സർക്കാരിനെതിരായ വികാരം പ്രകടമായി എന്നാണ് UDFിൻ്റെ വിലയിരുത്തൽ. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള, സർക്കാരിൻ്റെയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തോതിൽ ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ഈ കാരണങ്ങൾ പരിഗണിക്കുമ്പോൾ 10 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിനെ തൂത്തെറിയാൻ പരിപാകമായ ഒരു ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് UDF ക്യാമ്പിൻ്റെ ഉറച്ച പ്രതീക്ഷ. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും മറ്റും കണക്ക് പ്രകാരം 85 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കാവുന്ന ഒരു മെജോറിറ്റിയിലേക്ക് സ്വാഭാവികമായും UDF എത്തും. എന്നാൽ ഒരു തരംഗവും മറ്റും ഉണ്ടെങ്കിൽ സീറ്റ് നില 100 കടക്കുമെന്നാണ് UDF ക്യാമ്പിലെ കണക്കുകൂട്ടൽ. അതിന് അനുപൂരകമായി എക്സിറ്റ് പോൾ ഫലങ്ങളും വന്നതോടുകൂടി LDFിനെ തോൽപ്പിച്ച് അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF ക്യാമ്പിൽ ഇരട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വോട്ടെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന് തന്നെ KPCCO ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പന്തലും ഒപ്പം തന്നെ DJ മ്യൂസിക്കിനുള്ള ക്രമീകരണങ്ങളും ഒപ്പം പാൽപ്പായസവും മധുര വിതരണവും അതിനുള്ള ബുക്കിങ്ങുകളും ഒക്കെ തന്നെ നടക്കുന്നത്. എന്തായാലും നാളെ KPCC ഓഫീസിൽ വലിയൊരു നേതൃനിരയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കാൻ എത്തുന്നത്. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ, MM ഹസൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം KPCC ആസ്ഥാനത്ത് ഇരുന്ന് ഈ ഫലം വീക്ഷിക്കും. ആ ഫലവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അപ്പോൾ തന്നെ അതിനുള്ള ശക്തമായ ഒരു ഉറപ്പ് തങ്ങൾക്കുണ്ട്, ശക്തമായ ആത്മവിശ്വാസമുണ്ട് എന്നാണ് UDFിൻ്റെ ഈ തരത്തിലുള്ള നടപടികൾ വിളിച്ചോതുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് തികഞ്ഞ പ്രതീക്ഷയിലാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ശ്രുതി, ഉറച്ച പ്രതീക്ഷ UDF ക്യാമ്പിനുണ്ടാകുമ്പോഴും കഴിഞ്ഞ 25 ദിവസം ആളുകൾ എന്താകും കേരളത്തിന്റെ വിധി എന്ന ആകാംക്ഷയിൽ നിൽക്കുമ്പോഴും UDFിനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഫ്ലക്സ് യുദ്ധം ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന രീതിയിലുള്ള ചർച്ചകൾ അത് വളരെ സജീവമായി ഉണ്ടായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു യുദ്ധത്തിന് സമാനമായ രീതിയിൽ, ഒരു പോരിന് സമാനമായ രീതിയിലേക്ക് മാറുന്നതും കണ്ട് ഇന്നിപ്പോൾ ദീപാദാസ് മുൻഷി പറഞ്ഞത് ഘടകകക്ഷികളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ തേടിയിട്ടുണ്ട് എന്നാണ്. എന്താണ് മുഖ്യമന്ത്രി ചർച്ച എന്ന നിലയിലേക്ക് ആ ചർച്ചകൾ UDFിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിൽ ആ ചർച്ചകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുകളാണ് പ്രധാനമായും ഉയർന്നത്. AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ 3 പേരുകളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് കോൺഗ്രസിനകത്ത് സജീവമായി നടക്കുന്നത്. VD സതീശനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ഫ്ലക്സുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉയർന്നു. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുള്ള ഫ്ലക്സുകളും സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടായി. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ആദ്യമായി സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. പിന്നീട് അതിന് മറുപടിയായി അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ അവിടുത്തെ DCC ഓഫീസിന്റെ എതിർവശത്തും സ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ ഫ്ലക്സ് യുദ്ധങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷമാണ്. ജയിച്ചു വരുന്ന MLAമാരിൽ എത്ര പേരുടെ പിന്തുണയുണ്ടാകും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ MLAമാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ഇടപെടലുകൾ, നീക്കങ്ങൾ 3 നേതാക്കന്മാരും നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് KC വേണുഗോപാലാകട്ടെ, ഈ രമേശ് ചെന്നിത്തലയാകട്ടെ, VD സതീശനാകട്ടെ, തങ്ങൾ ജയിച്ചു വരുന്ന MLAമാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ MLAമാരുടെ പിന്തുണ ആർക്കാണ് എന്നുകൂടി അടിസ്ഥാനമാക്കിയായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. അക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ മറ്റു അഭിപ്രായം ഒരു
പ്രധാന ഘടകമാകില്ല. എങ്കിൽ പോലും അതൊക്കെ ഒരു പൊതു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായകമാകുന്നതിനപ്പുറത്തേക്ക് ഘടകകക്ഷിയുടെ അഭിപ്രായത്തിന് വലിയ തോതിൽ പ്രസക്തിയുണ്ടെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്നത് തീർത്തും കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്ന നിലപാടാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ശരി, ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. എന്താണ് UDF-ലെ പ്രതീക്ഷകൾ, എന്താണ് ആ ക്യാമ്പ്, ഏത് രീതിയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഇനിയിപ്പോൾ നാളെ ആ വിധി വരുന്നതിന് മുൻപേ തന്നെ എന്തുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിൽ UDF പോകുന്നു എന്നതൊക്കെ സുപ്രധാനമായ ചോദ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.